PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. കോമ്പൗണ്ട് വേർഡ്സ് ആണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് വേർഡ്സിന്റെ ഭാഗത്ത് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ എന്താണ് കോമ്പൗണ്ട് വേർഡ്സ്, അതിന്റെ ക്ലാസിഫിക്കേഷനും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമ്പൗണ്ട് വേർഡ്സ് ആർ ഫോംഡ് ബൈ ജോയിനിങ് 2 or more സിമ്പിൾ വേർഡ്സ്. ഒന്നോ അതിൽ കൂടുതലോ, 1 or 2 സിമ്പിൾ വേർഡ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുക, അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുക, റെയിൻബോ എന്ന് പറയുമ്പോൾ അവിടെ റെയിൻ എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്, ബോ എന്ന് പറയുന്നൊരു മറ്റൊരു വേർഡ് ഉണ്ട്. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്തായി, റെയിൻബോ ഉണ്ടായി. അതുപോലെ ബട്ടർ എന്ന് പറയുന്ന ഒരു വേർഡ്, മിൽക്ക് എന്ന് പറയുന്ന മറ്റൊരു വേർഡും കൂടെ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായതാണ് ബട്ടർ മിൽക്ക്. അതൊരു കോമ്പൗണ്ട് വേർഡാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് വേർഡ്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ കോമ്പൗണ്ട് വേർഡ്സിനെ തന്നെ 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ്, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ്, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെൽഡ് ആസ് 2 വേർഡ്സ്. ഓപ്പൺ കോമ്പൗണ്ട്സ് എന്താണ്? ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് ആർ സ്പെൽഡ് ആസ് 2 വേർഡ്സ്. 2 വേർഡായിട്ട് സ്പെല്ലിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഐസ് ക്രീം, ഐസ് എന്ന് പറയുന്ന ഒരു വേർഡായിട്ട് പിന്നെ അടുത്തത് ക്രീം. അപ്പോൾ ഐസ് ക്രീം എന്ന് പറയുന്ന 2 വേർഡായിട്ട് നമ്മൾ സ്പെല്ലിംഗ് എഴുതിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതിനെയാണ് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയാം. അടുത്ത നോക്കുക, ലിവിംഗ് റൂം, ഹൗസ് കീപ്പർ, ചീഫ് മിനിസ്റ്റർ. 2 വേർഡായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്പെല്ലിംഗ് എഴുതിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കോമ്പൗണ്ട് വേർഡ്സിനെയാണ് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയാം. ഇനി എന്താണ് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 2 വേർഡ്സ് തമ്മിൽ ചേർന്നിട്ട് ഒരൊറ്റ സിംഗിൾ വേർഡായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 2 വേർഡായിട്ടല്ല, സിംഗിൾ വേർഡായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നോട്ട് ബുക്ക്, സൂപ്പർമാൻ, റെയിൽവേ, ഗ്രാൻഡ് പാരൻസ്, ടീസ്പൂൺ. ഇവിടെ എല്ലാം 2 വേർഡ്സ് ജോയിൻ ചെയ്തിട്ടാണ്, അല്ലേ? നോട്ട് ബുക്ക് എന്ന് പറയുമ്പോൾ നോട്ട് എന്ന് പറയുന്ന ഒരു വേർഡും ബുക്ക് എന്ന് പറയുന്ന മറ്റൊരു വേർഡും. പക്ഷെ അത് നമ്മൾ എഴുതുമ്പോൾ ഒരുമിച്ചാണ് എഴുതുക, അല്ലേ? നോട്ട് ബുക്ക് എന്നാണ് നമ്മൾ ഒരുമിച്ചിട്ടാണ് എഴുതുക, അല്ലാതെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് സൂപ്പർമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് എഴുതുക, അല്ലേ? റെയിൽവേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് എഴുതുക. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് എഴുതുന്ന ഒറ്റ സിംഗിൾ വേർഡായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വേർഡ്സ് ജോയിൻഡ് ബൈ ഹൈഫൻ. ആ പേര് പോലെ തന്നെയാണ്, ഹൈഫൻ ഇട്ടിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള വേർഡ്സിനെയാണ് നമ്മൾ ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ലോങ് ടേം, ഇവിടെ ഒരു ഹൈഫൻ ഇട്ടിട്ടാണ് നമ്മൾ അവിടെ വേർഡ് എഴുതിയിട്ടുള്ളത്, അല്ലേ? അപ് ടു ഡേറ്റ്, അപ്പ് കഴിഞ്ഞ് ഒരു ഹൈഫൻ ഉണ്ട്, ടു കഴിഞ്ഞ് ഒരു ഹൈഫൻ ഉണ്ട്, എന്നിട്ടാണ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഹൈഫൻ ഇട്ടിട്ടാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ദെൻ ഹൈ സ്പീഡ്, ഹൈയുടെ കഴിഞ്ഞിട്ട് ഒരു ഹൈഫൻ ഉണ്ട്, അല്ലേ? ബ്രദർ ഇൻ ലോ, മദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, എല്ലാം നമ്മൾ എന്ത് ചെയ്യാം, ഹൈഫൻ ഇട്ടിട്ടാണ് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഹൈഫൻ ഇട്ടിട്ട് എഴുതുന്ന കോമ്പൗണ്ട് വേർഡ്സിനെയാണ് നമ്മൾ
ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓപ്പണും ക്ലോസ്ഡും ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സും എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദി കോമ്പൗണ്ട് വേർഡ്. താഴെ തന്നിട്ടുള്ള 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലെ കോമ്പൗണ്ട് വേർഡ് ഏതാണെന്നാണ്. വായിച്ചു നോക്കുക. റെയിൻബോ, യെസ്റ്റർഡേ, ബ്യൂട്ടിഫുൾ, സീ. ഏതാണ് ഇതിലെ കോമ്പൗണ്ട് വേർഡ്? നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട് അല്ലേ? ഓപ്ഷൻ എ റെയിൻബോ അല്ലേ? റെയിൻ എന്ന് പറയുന്ന ഒരു വേർഡ്, ബോ എന്ന് പറയുന്ന മറ്റൊരു വേർഡും കൂടെ ചേർന്നിട്ടാണ് റെയിൻബോ ഉണ്ടായിരിക്കുന്നത്. സോ അതൊരു കോമ്പൗണ്ട് വേർഡാണ്. ഇനി എസ്റ്റർഡേ അല്ലേ? എസ്റ്റർ എന്ന് പറയുന്ന ഒരു വേർഡ് ഇല്ല. ഡേ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വന്നേക്കാം. ബ്യൂട്ടി എന്ന് പറയുന്നതും ഫുൾ എന്ന് പറയുന്ന ഒരു വേർഡും കട്ട് ചെയ്തിട്ടല്ലേ വരുന്നതെന്ന്. പക്ഷെ അത് തെറ്റാണ്. എന്തുകൊണ്ടാണ്? ബ്യൂട്ടിയുടെ സ്പെല്ലിംഗ് എന്താ? BEAUTY ആണ് ബ്യൂട്ടിയുടെ സ്പെല്ലിംഗ്, ഒരിക്കലും I അല്ല. BEAUTY ആണ് ബ്യൂട്ടി കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ബ്യൂട്ടിഫുൾ വരാത്തത്. പിന്നെ C ആണ്, അതും വരില്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. റെയിൻബോ എന്നുള്ളതാണ് കോമ്പൗണ്ട് വേർഡ്. ഓക്കെ, അടുത്തത് an എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട് വേർഡ്. തന്നിരിക്കുന്നതിൽ കോമ്പൗണ്ട് വേർഡിന് എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. സീരിയസ്നെസ്, ടേബിൾ ക്ലോത്ത്, ഹൊറിസോണ്ടൽ, പാരലൽ. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് ഏതാണ്? ടേബിൾ ക്ലോത്ത് ആണ് അല്ലേ? അതെങ്ങനെയുള്ളതാണ്? കോമ്പൗണ്ട് വേർഡ് ആണ്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് ആണ് അല്ലേ? ടേബിൾ കഴിഞ്ഞ് സ്പേസ് കഴിഞ്ഞിട്ടാണ് ക്ലോത്ത് അല്ലേ? അപ്പൊ 2 സെപ്പറേറ്റ് വേർഡായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ കോമ്പൗണ്ട് വേർഡിൽ വരുന്നതാണ് ടേബിൾ ക്ലോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, എളുപ്പമുള്ള ചോദ്യങ്ങളാണ് അല്ലേ? കോമ്പൗണ്ട് വേർഡ്സിലൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന വേർഡ്സ് ആയിരിക്കും. നോക്കുക. ഫൈൻഡ് ഔട്ട് ദി കോമ്പൗണ്ട് വേർഡ് ഇൻ ദി സെന്റൻസ് സ്ട്രോബെറീസ് ആർ മൈ ഫേവറേറ്റ് ഫ്രൂട്ട്. സ്ട്രോബെറീസ് ആർ മൈ ഫേവറേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസിൽ കോമ്പൗണ്ട് വേർഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് കോമ്പൗണ്ട് വേർഡ്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഫേവറേറ്റ് എന്ന് പറയുന്നതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അത് വരില്ല. ഫ്രൂട്ടിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നൺ ഓഫ് ദിസ് ആണ്. സ്ട്രോബെറീസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. സ്ട്രോ എന്ന് പറയുന്ന ഒരു വേർഡും പിന്നെ ബെറീസും അല്ലേ? ബെറീസും തമ്മിൽ കണക്ട് ചെയ്ത് എഴുതുന്നതാണ് സ്ട്രോബെറീസ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്തത് നോക്കുക. റീറൈറ്റ് ദ ഫോളോയിങ് യൂസിങ് കോമ്പൗണ്ട് വേർഡ്. എ ഗേൾ വിത്ത് എ ക്വിക്ക് വിറ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എ ഗേൾ വിത്ത് എ ക്വിക്ക് വിറ്റ് എന്നുള്ളതിനെ അതൊരു കോമ്പൗണ്ട് വേർഡായിട്ട് റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ ഗേൾ വിത്ത് എ ക്വിക്ക് വിറ്റ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? അതായത് ക്വിക്ക് വിറ്റഡ് ഗേൾ എന്നാണ്. ക്വിക്ക് വിറ്റഡ് ഗേൾ അതായത് ക്വിക്ക് വിറ്റ് എന്ന് പറയുമ്പോൾ നല്ല പ്രസരിപ്പോടുകൂടി വേഗം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കുട്ടി എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഈ ഗേൾ വിത്ത് എ ക്വിക്ക് വിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടിയുടെ വിശേഷണത്തെ കാണിക്കുന്നത് പോലെയാണ് ക്വിക്ക് വിറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വിക്ക് വിറ്റഡ് ഗേൾ എന്നുള്ളതാണ് കറക്റ്റ് കേട്ടോ. അതൊരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് പറയുന്നത്. ആ പെൺകുട്ടിയുടെ ഒരു ഗുണത്തെയാണ് അവിടെ കാണിക്കുന്നത് അല്ലേ? ഒരു കഴിവിനെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ക്വിക്ക് വിറ്റഡ് ഗേൾ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ റീറൈറ്റ് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ എ ഗേൾ വിത്ത് എ ക്വിക്ക് വിറ്റ് എന്താണ് വരുന്നത്? ക്വിക്ക് വിറ്റഡ് ഗേൾ ആണ് വരുന്നത്. അടുത്തത് സെലക്ട് ദി കോമ്പൗണ്ട് ഫ്രം ദി ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ നിന്നും കോമ്പൗണ്ട് വേർഡ് സെലക്ട് ചെയ്യാനാണ്. ഗുഡ് സെന്റർഡ്, റൈറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്, ഹൈപ്പോത്തിക്കേഷൻ ഡീഡ്, ബട്ടർ ഗീ. ഗുഡ് സെന്റർഡ്, റൈറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്, ഹൈപ്പോത്തിക്കേഷൻ ഡീഡ്, ബട്ടർ ഗീ എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ കോമ്പൗണ്ട് വേർഡ് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഹൈപ്പോത്തിക്കേഷൻ ഡീഡ് എന്നുള്ളതാണ് ഇവിടെ കോമ്പൗണ്ട് വേർഡ് വരുന്നത്. അതായത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടത്തെ എന്താണ് അടിയാധാരം എന്നൊക്കെ പറയില്ലേ? മുന്നാധാരം, അടിയാധാരം എന്നൊക്കെ പറയില്ലേ? അതാണ് ഈ ഹൈപ്പോത്തിക്കേഷൻ ഡീഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ കോമ്പൗണ്ട് വേർഡായിട്ട് വരുന്നത്. അടുത്തത് ഹോളിഡേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് വേർഡ്. ഹോളിഡേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് വേർഡ്. ഹോളിഡേ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പൗണ്ട് വേർഡാണ്. സിമ്പിൾ തന്നിട്ടുണ്ട്, കോംപ്ലക്സ് തന്നിട്ടുണ്ട്, കോംപ്ലക്സ് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. കോമ്പൗണ്ട് വേർഡാണ് എന്താ? ഹോളിഡേ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണത് കോമ്പൗണ്ട് ആയത്? നമുക്കറിയാം ഹോളി എന്ന് പറയുന്ന ഒരു വേർഡും ഡേ എന്ന് പറയുന്ന ഒരു വേർഡും കൂടെ ചേർന്നിട്ടാണ്. ഹോളി എന്ന് പറയുമ്പോൾ നമ്മുടെ ആഘോഷം ഹോളി. ഓക്കെ, ഹോളി പിന്നെ ഡേ, അതാണ് ഹോളിഡേ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ചൂസ് ദി കോമ്പൗണ്ട് വേർഡ് ഫ്രം ദി വേർഡ്സ് ഗിവൺ ബിലോ. ചൂസ് ദി കോമ്പൗണ്ട് വേർഡ്സ് ഫ്രം ദി ഗിവൺ ബിലോ. ഏതാണ്? ടീച്ചർ, ക്ലാസ് റൂം, പുട്ട് ഓൺ, ആഡ്വർബ്. പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ഏതാണ്? ക്ലാസ് റൂം അല്ലേ? ക്ലാസ് എന്ന് പറയുന്ന ഒരു വേർഡും റൂം എന്ന് പറയുന്ന മറ്റൊരു വേർഡും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ് ക്ലാസ് റൂം. അടുത്തത് ആർട്സ് കോളേജ് ഈസ് എ ഓർ ആൻ ഡാഷ് വേർഡ്. ആർട്സ് കോളേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പൗണ്ട് വേർഡാണ്. ആർട്സ് ഉണ്ട്, കോളേജ് ഉണ്ട്. ആർട്സ് കോളേജ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് വേർഡ് ആണ്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദി കോമ്പൗണ്ട് വേർഡ്. ഐ എൻജോയ് വാച്ചിങ് ദി സൺറൈസ്. ഐ എൻജോയ് വാച്ചിങ് ദ സൺറൈസ്. ഇതിൽ കോമ്പൗണ്ട് വേർഡ് ഏതാണ്? എൻജോയ് കോമ്പൗണ്ട് വേർഡ് ആണോ? അല്ല.
വാച്ചിങ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണോ? അല്ല. പിന്നെന്താണ്? സൺറൈസ് വരുന്നുണ്ട് അല്ലെ. സൺറൈസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് വേർഡ് ആണ് അല്ലെ. സൺ എന്ന് പറയുന്ന വേർഡും റൈസ് എന്ന് പറയുന്ന വേർഡും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് സൺറൈസ് ഉണ്ടായിരിക്കുന്നത്. സോ സൺറൈസ് എന്ന് പറയുന്നത് എന്താണ്? കോമ്പൗണ്ട് വേർഡ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി വേർഡ്സ് ഗിവൺ ബിലോ ക്യാൻ ബി പ്ലേസ്ഡ് ബിഫോർ ബോട്ട് ടു ഫോം എ കോമ്പൗണ്ട് വേർഡ്? ബോട്ട് എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ വരാൻ പറ്റുന്ന ഒരു വേർഡ്, അതായത് ഒരു കോമ്പൗണ്ട് വേർഡ് ആവണമെങ്കിൽ ബോട്ടിന്റെ കൂടെ എന്താണ് ചേർക്കേണ്ടത്? ഇവിടെ തന്നിരിക്കുന്നതിൽ ഓക്കെ, ബോട്ടിന് മുന്നിൽ എന്ത് ചേർത്ത് കഴിഞ്ഞാലാണ് എന്ത് വരുന്നത്? ഒരു കോമ്പൗണ്ട് വേർഡ് വരുന്നത്. ഏതാണ്? ഹൈബോട്ട് എന്നാണോ, റെയിൻബോട്ട് എന്നാണോ, റോബോട്ട് എന്നാണോ, സൺബോട്ട് എന്നാണോ? ഏതാണ്? വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം റോബോട്ട് എന്നാണ്. ഓക്കെ, റോബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ യന്ത്രമനുഷ്യൻ, ആ റോബോട്ട് അല്ല. ഈ റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈവച്ച് തുഴയുന്ന തോണിയില്ലേ, സാധാരണ തോണി, അതിനെയാണ് റോബോട്ട് എന്ന് പറയുന്നത് കേട്ടോ. റോബോട്ട്. ഓക്കെ, അപ്പോൾ റോബോട്ട് എന്ന് പറയുന്ന വേർഡാണ് വരുന്നത് കോമ്പൗണ്ട് വേർഡായിട്ട്. ഓക്കെ, തുഴയുന്ന തോണി, കൈവച്ച് തുഴയുന്ന തോണിനെയാണ് റോബോട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് കോമ്പൗണ്ട് വേർഡ്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.